ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ബലിപെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒരു പള്ളിയിലെല്ലാം പോയി വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ പള്ളി പോയി വരുമ്പോൾ ഒരു കുൽഫി, ഐസ്ക്രീം അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ കുൽഫിയുടെ ബോട്ടിലാണിത്. ഇത് കാണാൻ നല്ല രസമുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമായില്ല. എന്തിൻ്റെയോ ഒരു കുത്തലുണ്ടായിരുന്നു. പിന്നെ നട്ട്സ് അത്ര ഫ്രഷായിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാര്യമായിട്ടൊന്നും ഇഷ്ടമായില്ല. എന്തിൻ്റെയൊക്കെ ഒരു കുത്തൽ പോലെ ഫീൽ ചെയ്തു കേട്ടോ, നെയ്യിൻ്റെയോ അങ്ങനെ എന്തിൻ്റെയൊക്കെ. ഇനി നമുക്കൊരു കാരമൽ പായസത്തിൻ്റെ റെസിപ്പി കണ്ടാലോ? പെരുന്നാളിന് ഞാൻ വെച്ച പായസമാണ് കേട്ടോ. ഞാൻ വെച്ചതുകൊണ്ട് പറയല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കാരമലാക്കി എടുക്കുകയാണ്. പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായി അതിൻ്റെ കളർ ചേഞ്ചായി വരുമ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഇതിൽ ഞാൻ വെള്ളം ചേർത്തി കൊടുത്തിട്ടുള്ളത് കേട്ടോ. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കയ്യിൽ കാവി തട്ടാൻ നല്ല ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാല് ചേർക്കുന്നുണ്ട്. പാൽ എത്ര പാക്കറ്റാണ് ചോദിച്ചാൽ മിൽമയുടെ 4 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ 1 പാക്കറ്റ് സേമിയാണ് എടുക്കുന്നത്. അതിനാണ് ഞാനിപ്പോൾ 4 പാക്കറ്റ് പാലെടുത്തിട്ടുള്ളത്. സേമിയ ആകുമ്പോൾ കുറച്ച്, സേമിയ എന്നല്ല പൊതുവെ പായസം കുറച്ച് ഇരിക്കുമ്പോൾ അങ്ങനെ കുറുകി വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പാല് ചേർക്കുമ്പോഴാണ് കൂടുതൽ പെട്ടെന്ന് മെൽറ്റായിട്ട് വരുന്നത് നമ്മൾ കാരമൽ ചെയ്തിട്ടുള്ള സംഭവം, പഞ്ചസാര. അപ്പോൾ പക്ഷേ എനിക്ക് ഡയറക്റ്റായിട്ട് പാല് ചേർത്തി കൊടുക്കാൻ ഇത്തിരി പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റേ വെള്ളം ചേർത്തി കൊടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളുടെ സേമിയ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സഹായത്തിന് ഞാൻ എൻ്റെ മകനെ വിളിച്ചതാണ്. അവൻ്റെ ഇളക്കൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് അവനെ ഞാൻ പിരിച്ചു വിട്ട് ജോലിയിൽ നിന്ന് ശരിയാവും തോന്നിയില്ല. കാരണം ഭയങ്കര ഇളക്കലായിരുന്നു, പായസമൊക്കെ തെറിക്കും പോലെയുള്ള ഇളക്കലായിരുന്നു. അപ്പോൾ പേടിച്ചിട്ട് വേണ്ട മകനെ, ഞാൻ തന്നെ ഇളക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട കെട്ടാൻ പാടില്ലല്ലോ. അതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കും വേണം. അടിയിൽ പിടിക്കാതിരിക്കാനും കൂടി ഇളക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. സേമിയ നല്ലതുപോലെ വെന്ത് വരുന്ന വരെ ഇളക്കും കേട്ടോ. ഞാൻ പിന്നെ നല്ലതുപോലെ ബ്രൗൺ ആക്കി എടുക്കില്ല, നെയ്യിലിട്ടിട്ട് വറക്കുകയല്ല, ചിങ്ങിൽ ചൂടാക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ബ്രൗണിഷ് കളറാക്കി എടുക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് നല്ലതുപോലെ സേമിയ വേവണം. അങ്ങനെ വെന്തിട്ടുള്ള പായസം കുടിക്കാനാണ് പൊതുവേ ഇഷ്ടം കേട്ടോ. നമ്മൾ നല്ലതുപോലെ വറുത്തു എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്ര തന്നെ നമ്മളിട്ട് തിളപ്പിച്ച് വേവിക്കാൻ വെച്ചാലും സേമിയ വേവില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയുള്ളൂ. അതിൻ്റെ കളറ് ചേഞ്ച് ആവാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. എന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയൊരു പാക്കറ്റ് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾ പായസത്തിൽ ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്തി നോക്കിയിട്ട് പായസം ഉണ്ടാക്കി നോക്കിട്ടാ, നല്ല അടിപൊളിയായിരിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു പ്രത്യേക തരം, നമുക്ക് അപ്പോഴാണ് ഒരു പായസത്തിൻ്റെ ഒരു ഇത് മനസ്സിലാവുക. ഞാൻ ആദ്യമൊന്നും ചേർത്തുണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചിട്ടാണ് ചേർത്തൽ തുടങ്ങിയത്. അപ്പം നിങ്ങൾക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ആ ഒരു പഞ്ചസാരയുടെ കുത്തോ കാര്യങ്ങളൊക്കെ കുറച്ച് കുറയാനും കൂടി അത് നല്ലതാണ്. എന്നതിന് ശേഷം എന്തപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് കുറച്ച് നെയ്യിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. എനിക്ക് മുന്തിരി പായസത്തിൽ തീരെ ഇഷ്ടമല്ല, അത് കാരണമാണ് ഞാൻ മുന്തിരി ചേർക്കാത്തത് കേട്ടോ. എന്നിട്ട് ഞാനിതാ നെയ്യും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. കാരണം നെയ്യൊക്കെ നമ്മളുടെ പായസത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളുടെ പായസത്തിൽ എന്താണ് നെയ്യിൻ്റെ ആ പാട കെട്ടിയിട്ട് നിൽക്കുമല്ലോ, ഈ എണ്ണപ്പാട പോലെ ഇങ്ങനെ കെട്ടി നിൽക്കുമല്ലോ, അത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ പായസം ഇതാ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് പായസമൊക്കെ എടുത്തിട്ട് ഞാൻ തറവാട്ടിൽ പോയി. ഞാനും കുട്ടികളൊക്കെ എപ്പോഴും നേരത്തെ പോയി കേട്ടോ. എന്നിട്ട് അവിടെ പോയപ്പോൾ നെയ്ച്ചോറും, ഉച്ചക്കലത്തെ ഫുഡ് എപ്പോഴും പെരുന്നാളുകൾക്ക് അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ നെയ്ച്ചോറും ബീഫ് കറി അതുപോലെ തന്നെ കച്ചമ്പർ, പിന്നെ ചിക്കൻ പൊരിച്ചത്,
പിന്നെ എന്തായിരുന്നു പൈനാപ്പിൾ, ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കുമായിരുന്നു. കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വീട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാതും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കലാണ്. എന്താ മക്കൾക്കൊക്കെ എല്ലാം വേണം പറഞ്ഞിട്ട് മേടിക്കും. പൈനാപ്പിളൊന്നും തിന്നുന്നില്ല കേട്ടോ. അതെല്ലാം പിന്നെ നമ്മളുടെ കയ്യിലേക്ക് തന്നെ തരും. ഓരോരുത്തർ പൈനാപ്പിൾ കഴിക്കുന്നതിൻ്റെ നല്ല കോമഡിയാണ്. അതിൻ്റെ ആ കറുപ്പ് ഭാഗം ഉണ്ടല്ലോ, അതിനൊക്കെ വല്ല എലി കരണ്ട് വെച്ച പോലെ ആക്കി വെക്കും. എന്നതിന് ശേഷം എന്താ ഞങ്ങൾ റെഡിയായൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ പ്ലാനിങ് എല്ലാം മാറിയത്. ഇക്കാൻ്റെ അമ്മായിയുടെ മോളുടെ വീട്ടിലേക്ക് പോകണം. അമ്മായിയുടെ മോളുടെ വീട് എന്ന് പറഞ്ഞാൽ അമ്മായി അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. പെരുന്നാളല്ലേ, അപ്പോൾ അവിടെ വേറെ റിലേറ്റീവ്സും കസിൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഒന്ന് പോയി വന്നതിന് ശേഷം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോകുമ്പോൾ നല്ല ഭംഗിയിൽ ഈ മഴയൊക്കെ പെയ്തിട്ട് പാടമൊക്കെ നല്ല പച്ച വിരിച്ച് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നമ്മളെ പശുക്കളൊക്കെ മീണ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സീനറി കണ്ടുകൊണ്ടാണ് പോണത്. അതിൻ്റെ ഇടയിൽ തോടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് ഭംഗിയെന്നറിയോ. അപ്പം ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് അത് കണ്ടപ്പോൾ ക്യാപ്ചർ ചെയ്തതാണ് കേട്ടോ. എല്ലാവർക്കും പൊതുവെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ലതല്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ, ഇങ്ങനെ പച്ച വിരിച്ച് കിടക്കുന്ന പാടത്ത് കൂടെ ഒക്കെ പോവാനും കാണാനും ഒക്കെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ സീനറി എല്ലാം കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഊട്ടി അങ്ങനെയുള്ള അവിടെയൊക്കെ പോയാലും നമ്മൾ ഈ തേയിലൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുമ്പോൾ ആ പച്ച മലകൾ ഇങ്ങനെ കാണുമ്പോൾ അതൊരു ഭംഗിയല്ലേ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഊട്ടി പോകാറില്ലേ എന്ന പോലത്തെ ഒരു വൈബാണ് ഈ പച്ച വിരിച്ച പാടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എനിക്ക്. അങ്ങനെ ഇപ്പോൾ ഇതാ പെരുന്നാളിന് കുട്ടികൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുത്തൊന്നും വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ അവർ മൈലാഞ്ചി ഇട്ടതും ഒന്നും ഞാൻ വീഡിയോയിൽ ചേർത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് മൈലാഞ്ചി ഇട്ടത് കാണിച്ചു തരാൻ പറഞ്ഞതാണ്. മൈലാഞ്ചി ഒന്നും ഞാനല്ല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, മോളാണ്. ഇവിടെ അടുത്തുള്ള ജലു എന്ന് പറയുന്ന കുട്ടിയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവളുടെ അടുത്ത് ഇവർ നല്ലപോലെ രീതിക്ക് ഇരുന്ന് കാണിച്ചു കൊടുക്കും തോന്നുന്നു. അപ്പോൾ മൈലാഞ്ചി നല്ലതുപോലെ ചോത്തിട്ടുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അക്കാൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അക്ക എന്ന് പറയുന്നത് താത്തയാണ് കേട്ടോ. അങ്ങനെ വീഡിയോസും ഫോട്ടോസും ഒരു മിറർ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ തന്നെയായി. പിന്നെ ഇടയിൽ മക്കളുടെ 1-2 ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും പിന്നെ അവിടുന്ന് വെച്ചിട്ട് എടുത്ത ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസും. എപ്പോഴും ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ മറക്കും. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് സെക്ഷൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കായിരുന്നു. കാരണം സമയം 8:30 ആയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പോവാമെന്ന് വിചാരിച്ചു വീട്ടിലേക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ലോങ് പോവല്ലേ, കുട്ടികൾ ഉറങ്ങിപ്പോവും, ചിലപ്പോൾ അവർക്ക് വിശക്കണമെന്ന് പറയാം. അപ്പോൾ വെറുതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബിരിയാണി തന്നെയായിരുന്നു. ബിരിയാണി, സലാഡ്, കാച്ചാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ പോകുമ്പോൾ മക്കളൊക്കെ ഭയങ്കര ടയേർഡും ഞാനും ഒക്കെ ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും വീട്ടിൽ പോവുകയല്ലേ, അതിൻ്റെ ഒരു ഉഷാറുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ പോയി നോക്കുമ്പോൾ ഞങ്ങൾ നാളെയാണ് ഞങ്ങൾ ശരിക്കും വീട്ടിൽ പെരുന്നാളുണ്ടാവുക. കാരണം എല്ലാവരും വരുന്നത് നാളെയാണ്. താത്താര് വരും, മൂത്തുമ്മ വരും, കുഞ്ഞുമ്മ, കുട്ടികൾ, അങ്ങനെ എല്ലാവരും വരുമല്ലോ. അപ്പോൾ അത് കാരണം നാളെയാണ് ഇവരെല്ലാവരും ഫുഡ് ഉണ്ടാക്കുക കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയപ്പോൾ ഇമ്മ സാദാ ചോറും ബീട്രൂട്ട് ഉപ്പേരിയും പപ്പടം വറുത്തതും മീൻ പൊരിച്ചതും ഇഞ്ചിയും പുളിയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വിശക്കണമൊന്നുമില്ല, പക്ഷെ വെറുതെ ഒരു പൂതി. അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് ചട്ടിച്ചോറ് പോലെ ആക്കി അങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കരുത്.